ഹായ് മക്കളെ, അമ്മ ഇന്നൊരു കൂട്ടുകറി ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പച്ചക്കറി എല്ലാം ഇട്ട ഒരു കൂട്ടാനാണ്. മക്കളൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് അമ്മയോട് പറയണം, ഇത് കൊള്ളാവോ ഇല്ലയോ എന്ന് കേട്ടോ. നമുക്ക് ഈ കൂട്ടുകറിക്ക് എന്തെല്ലാമാണ് ചേർത്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് പടവലങ്ങ, വെള്ളരിക്ക, കൂർക്ക, പിന്നെ അതുപോലെ ക്യാരറ്റ്, ചേന, വെള്ളരിക്ക ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. പിന്നെ വൻപയർ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുകയാണ്. ഇവിടെ കുക്കറിനകത്തോട്ട് നമുക്ക് ഇടാം. പച്ചക്കറികളെല്ലാം ഇടണം. വൻപയർ വേവിച്ച് വെച്ചേക്കുന്നുണ്ട്, അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടണ്ട. ഇതിനകത്ത് ഇട്ട് ചൂടാക്കണം. അതിൻ്റെ കൂടെ സ്വല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലതാണ്. അത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. അധികം മൂത്ത് പോകരുത്. അത് രണ്ടും കൂടെ ചൂടാക്കി ഈ പച്ചക്കറിക്കകത്തോട്ട് ഇത് ഒഴിക്കണം. അടുത്തത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത് മൂന്ന് ചൂടാക്കണ്ട. ചൂടാക്കാതെ പച്ചക്കറിക്കകത്തോട്ടങ്ങ് ചേർത്താൽ മതി. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കണം. സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ ഏറ്റവും നല്ലത്. ഈ തേങ്ങയാണ്. ഇത് നമുക്ക് ഈ കൂട്ടാന് വേണ്ടിയിട്ട് അരയ്ക്കാനുള്ളതാണ്. അതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി, ബാക്കി ചുവന്നുള്ളി, പിന്നെ സ്വല്പം ജീരകം, കരിയാപ്പില, ഇത്രയും ഇട്ട് ഇച്ചിരി ഒരു അരത്തോടം വെള്ളവും കൂടി ഒഴിക്കണം. വെള്ളം കൂടി ഒഴിച്ചിട്ട് അവിയലിൻ്റെ പരുവത്തിൽ ഇത് അരച്ചെടുക്കണം. കൂടുതൽ അരയരുത്. കൂട്ടാനകത്ത് ചേർക്കാനുള്ള തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ ഇതൊരു അരമുറി തേങ്ങയോളവും വേണം. അരച്ച് ചേർക്കുന്നതിലും കൂടുതലായിട്ട് വറുത്ത് ചേർക്കുന്നതാണ് സ്വാദ്. അപ്പോൾ ഇത് ഒന്ന് മൂക്കണം, നല്ലപോലെ ഒന്ന് മൂക്കണം. നമ്മൾ തീയലിനൊക്കെ വറുത്തരയ്ക്കുന്ന പോലെ അതുപോലെ ഒന്ന് മൂക്കണം. ആയിട്ട് അരിഞ്ഞുകൊണ്ട് ഒരു വിസിലായപ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തു. പിന്നെ തേങ്ങ വറുത്തത് ഈ പരുവാണ് നല്ലത്. അപ്പോൾ സ്വല്പം കൂടെ വെള്ളം ഇതിനകത്തുണ്ട്, അതുകൂടെ ഒന്ന് പറ്റണം, അതുകൂടെ ഒന്ന് പറ്റിക്കണം. അതാണ് നല്ലത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വൻപയറില്ലേ, അത് ഇവിടെ ഇതിനകത്ത് ഇട്ടു. ഇനി തേങ്ങ വറുത്ത് വെച്ച് വെക്കുന്നത് കൂടെ ഇതിനകത്തോട്ട് ഇടണം. ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം. പിന്നെ വേണം കടുക് വറുക്കാൻ. ഇനി നമുക്ക് കടുക് വറുക്കണം. കടുക് വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക് ഇട്ടു. ഒരു ഉണക്കമുളക് മുറിച്ചിടണം. പിന്നെ കരിയാപ്പിലയും ചേർക്കണം. വറുത്തത് നമുക്ക് ഈ കൂട്ടാനകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കണം. ഉപ്പൊക്കെ പാകത്തിന് കാണുമെന്നുള്ള ഒരു വിശ്വാസമാണുള്ളത്. നമുക്ക് ഏതായാലും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് അടച്ചു വെക്കണം. അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു കൂട്ടുകറി. കൊണ്ടുവന്നൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ.